ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ അഭിയുടെയും ജാനകിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ ജാനകി നമ്മുടെ അഭിക്കരികിലേക്ക് വരികയാണ്. അഭിയേട്ടൻ എങ്ങോട്ടാ പോയെന്നറിയാതെ ഞാൻ എവിടെയൊക്കെ നോക്കി, അച്ഛനെ കാണാമെന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഞാൻ അവിടെയൊക്കെ നോക്കി, അഭിയേട്ടനെ അവിടെ എങ്ങും കണ്ടില്ലല്ലോ. എന്താ പറ്റിയേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് മനസ്സിലേക്ക് വരുന്നത്. ജാനകിയെ ആരാണെന്നുള്ള സത്യം. ജാനകി ഇങ്ങ് അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ് അഭി. ജാനകിയുടെ മുഖത്തേക്ക് നോക്കുന്തോറും സൂര്യനാരായണൻ്റെ വാക്കുകളാണ് ഓർമ്മ വരുന്നത്. അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുന്ന കണ്ടിട്ട്, അഭിയേട്ടാ ഇതെന്താ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നത്? അഭിയേട്ടാ ഇതെന്താ ആദ്യം കാണുന്നത് പോലെ? അഭി അപ്പോഴും മിണ്ടുന്നില്ല കേട്ടോ. അഭിയേട്ടാ മുഖമൊക്കെ തണുത്തിരിക്കുന്നല്ലോ, ഇതെന്താ പറ്റിയേ അഭിയേട്ടാ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല, എല്ലാം നിൻ്റെ തോന്നലായിരിക്കും. അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നോട് പറ അഭിയേട്ടാ. ഇല്ല, നീ കരുതുന്ന പോലെ ഒന്നുമില്ല. അല്ല, അച്ഛൻ എന്തിനാ അഭിയേട്ടനെ കാണുന്നു പറഞ്ഞത്? അച്ഛൻ്റെ മുമ്പിൽ വെച്ചല്ലേ തമ്പി സംസാരിച്ചത്, അതിൻ്റെ ഇതുകൊണ്ടാണ്. അഭിയേട്ടൻ്റെ മനസ്സിൽ മറ്റെന്തോ വലിയൊരു ഭാരം വീണിട്ടുണ്ട്. ഈ മുഖം കണ്ടാൽ എനിക്കറിയാം. അഭിയേട്ടൻ എന്നോടിത് പറ. അത് താങ്ങാനുള്ള ശേഷി നിനക്കില്ല ജാനകി എന്ന് അഭി ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ്. അഭിയേട്ട പറ അഭിയേട്ട, എന്താ പ്രശ്നം? ഒന്നുമില്ല, ഇല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ, നീ ആ കേസ് വിട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി അവിടെ നിന്ന് പോവുക. ജാനകിക്കാണ് എന്താ സംഭവിക്കണമെന്ന് പോലും മനസ്സിലായില്ല. പിന്നെ ജാനകി അഭിക്കരികിലേക്ക് ചെല്ലുകയാണ്. അഭി മുറിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്തു പറ്റി? അച്ഛൻ്റെ വേദന കണ്ടിട്ട് മാത്രമല്ല ഇങ്ങനെ ഇത്രയും തകർന്നു പോയത് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അച്ഛൻ അനുഭവിച്ച നിസ്സഹായ അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. എഴുന്നേറ്റ് തമ്പിയുടെ മുഖത്ത് അടിക്കുമായിരുന്നു, അടിച്ചിട്ടുമുണ്ട്. ഇത് ഉണ്ണിത്താനെ മുമ്പിൽ നിർത്തിയൊരു പരീക്ഷണമല്ലേ കാണിച്ചത്. നിന്നെ വേദനിപ്പിക്കണമെന്നായിരുന്നു തമ്പി ടാർഗറ്റ് ചെയ്തത് അച്ഛനെയാണ്. അച്ഛനൊന്ന് ചലിക്കാൻ പോലും പറ്റിയില്ല. അതിൻ്റെ വേദന അച്ഛൻ പറഞ്ഞപ്പോൾ മനസ്സിൽ തട്ടിപ്പോയി. അപ്പം തമ്പി ആരാണെന്ന് നമുക്കറിയാലോ, മനുഷ്യത്വം ഇല്ലാത്ത ഒരാളല്ലേ. അത്രയ്ക്ക് ദുഷ്ടനായൊരു മനുഷ്യനെ നിധി കൂടെ എന്ത് പ്രതീക്ഷിക്കാനാ? ആ മനുഷ്യൻ്റെ മകളല്ലേ അപർണ, അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അച്ഛനെ പോലെയല്ലേ മകളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. അച്ഛൻ കൊള്ളരുതാത്തവനാവണമെന്ന് വെച്ച് എല്ലാ മക്കളും അങ്ങനെ ആവണമെന്നുണ്ടോ എന്നൊക്കെ അഭി ചോദിച്ചപ്പോൾ തമ്പിക്ക് എത്ര മക്കളുണ്ടെങ്കിലും അയാളുടെ സ്വഭാവമേ കാണിക്കുള്ളൂ. അയാൾ എന്ത് പറഞ്ഞാലും എന്നെ അത് ബാധിക്കില്ല എന്ന് അച്ഛനോടങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? എന്നാലും അച്ഛൻ്റെ മുമ്പിൽ നിന്ന് നീ കരഞ്ഞില്ലേ, അതുകൊണ്ടാണ് സങ്കടമായത് അച്ഛന് എന്ന് അഭി പറഞ്ഞപ്പോൾ അന്നേരം എനിക്ക് സങ്കടമായി. പിന്നെ ആലോചിച്ചപ്പോൾ അയാളുടെ മുന്നിൽ നിന്ന് ഓടിപ്പോകാൻ പാടില്ലായിരുന്നു. അയാൾ പറയുന്നത് ശരിയാണെന്നങ്ങ് സമ്മതിച്ചു കൊടുത്താൽ പിന്നെ അയാൾ എന്ത് പറയുമായിരുന്നു? തമ്പിയുടെ മുഖത്ത് നോക്കി ഞാൻ പറയണമായിരുന്നു, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, എനിക്ക് അച്ഛനില്ല അമ്മയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതിൽ എന്ന് ചോദിക്കാൻ എനിക്ക് പറ്റിയില്ല. അനാഥത്വം ഒരു ബലഹീനതയാണ്, അതിന് കീഴടങ്ങിയ ഇതുവരെ ജീവിച്ചതിന് അർത്ഥമില്ലാതാകും. അപ്പോഴേക്കും അഭി പറഞ്ഞു, ഇത്ര പെട്ടെന്ന് ഒരു മാറ്റം ഞാൻ പ്രതീക്ഷിച്ചില്ല നിന്നിൽ. ഞാൻ സ്വയം തിരിച്ചറിഞ്ഞതാണ്. ഞാൻ ഭാഗ്യവതിയല്ല അഭിയേട്ട. സ്നേഹമുള്ള ഒരു ഭർത്താവിനെ എനിക്ക് കിട്ടിയില്ലേ, മോള് തന്നു, ഈ കുടുംബം തന്നു. ഞാനിപ്പോൾ അനാഥ അല്ലല്ലോ. ഒരു പെരുമഴ പെയ്തു തോർന്ന ശാന്തതയാണ് അഭിയേട്ട ഞാനിപ്പോൾ അനുഭവിക്കുന്നത്. അപ്പോഴേക്കും അഭി മനസ്സിലാലോചിക്കുക, നെഞ്ചിനുള്ളിൽ ഒരു അഗ്നികുണ്ഡമായിട്ടിരിക്കുന്ന ഞാനിപ്പോൾ അനുഭവിക്കുന്നത് നിന്നോട് എങ്ങനെയാ പറയുക? ഇതേ സമയം നമ്മുടെ ജാനകി പറഞ്ഞു, എൻ്റെ അനാഥത്വം പറഞ്ഞ് എൻ്റെ ശിരസിൽ കാല് വെക്കാനായിട്ട് ഇനിയും അപർണ വരും. പക്ഷെ ഞാൻ ചൂളി നിൽക്കില്ല, നിർത്തേണ്ട അടുത്ത് തന്നെ ഞാൻ അവളെ നിർത്തും എന്നൊക്കെ പറഞ്ഞ് അഭിയോട് ചേർന്നിരിക്കുകയാണ് ജാനകിയെ സമാധാനിപ്പിച്ചുകൊണ്ട് നമ്മുടെ അഭിയും. നിൻ്റെ അമ്മ ഒരു നല്ല സ്ത്രീ ആയിരിക്കും. അതെന്താ അഭിയേട്ടൻ അങ്ങനെ പറഞ്ഞത്? അതല്ല, എന്നും എൻ്റെ മനസ്സിലുള്ളത് അതുതന്നെയാണ്. ആ അമ്മയുടെ മനസ്സല്ലേ നിനക്ക് കിട്ടിയിരിക്കുന്നത്. ശരിയായിരിക്കാം. നമ്മുടെ അച്ഛനെപ്പോലൊരു പുരുഷനായിരുന്നോ എൻ്റെ അച്ഛനെങ്കിൽ ഒരിക്കലും എൻ്റെ അമ്മയെ തള്ളിക്കളയില്ല. എൻ്റെ അമ്മയ്ക്ക് എന്തു പറ്റിയെന്ന് കൂടി അറിയാതെ ജന്മം തന്ന മനുഷ്യനെയും കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ. ആരോ ഒരാളെന്നെ ഓർഫനേജിൽ എത്തിച്ചെന്നാ ആ മദർ പറഞ്ഞത്. ഒരുപക്ഷെ എൻ്റെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആയിരിക്കാം, അല്ലേ അഭിയേട്ടാ? ആയിരിക്കാന്നേ എന്നൊക്കെ പറഞ്ഞ് അവളെ തലോടി ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അമലിനെയാണ് കേട്ടോ. അമൽ ഭയങ്കര ദേഷ്യത്തിലാണ്. അപർണ ചെയ്തു കൂട്ടിയതും പറഞ്ഞു കൂട്ടിയതും ഒന്നും അമലിനെ സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. നമ്മുടെ അപർണ വന്നതും അപർണ വലിച്ചങ്ങോട്ട് പിടിക്കുക. എന്താ നിൻ്റെ തീരുമാനം എന്ന് എനിക്ക് ഇപ്പോൾ അറിയണം. അപ്പോൾ എന്ത് തീരുമാനത്തെക്കുറിച്ച് നീ എന്തായി ചോദിക്കുന്നത്? അഭിയേട്ടനോട് നീ മാപ്പ് പറയാൻ തയ്യാറാണോന്നാണ് എനിക്കറിയേണ്ടത്. നിനക്ക് വീണ്ടും വിചാരമുണ്ടാകാനുള്ള സമയം ഞാൻ തന്നു. അപ്പോഴത്തെ ആവേശത്തിൽ വിളിച്ചു പറഞ്ഞൊക്കെ ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷെ നീ ഇപ്പം തന്നെ അഭിയേട്ടനോട് ക്ഷമ പറഞ്ഞേ പറ്റൂ. അപ്പോൾ അപർണ പറഞ്ഞു, പറ്റില്ല, എനിക്ക് പറയാനുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞത്.
പറഞ്ഞത് എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ മാപ്പ് പറയുകയുമില്ല. നീ അതിന് തയ്യാറായില്ലെങ്കിൽ നിനക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പിന്നെ വലിയ വില, തമ്പിക്ക് മോൾക്കും വിലയിടാൻ നിങ്ങളായില്ല മനുഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, നിർത്തടി നിന്റെ പരിഹാസം. എൻ്റെ ഏട്ടനോട് ക്ഷമ പറയാതിരിക്കാനാണ് നീ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിലുണ്ടാവില്ല. എൻ്റെ ഭാര്യ എന്ന പേര് പറഞ്ഞ് നിനക്ക് ഈ വീട്ടിൽ കടിച്ചു തൂങ്ങിക്കിടക്കാം. അമൽ ഈ വീടിൻ്റെ പടി കയറില്ല, അത് നീ ഓർത്തോ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഏട്ടത്തിയുടെ മുഖത്ത് നോക്കാൻ പറ്റില്ല. അത്രയും പാപം നിന്നിലൂടെ ഞാനും ചെയ്തു. ഞാൻ വെറും വാക്ക് പറയുന്നതല്ല, എനിക്കിനി താങ്ങാൻ പറ്റില്ല. നീ എന്താ ഈ നാട് വിട്ടു പോവോ? പോകും. അതിനു മുമ്പ് നിന്നെക്കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിച്ചിരിക്കും. ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വീടാമലേ. ദേ, നിന്നെ കൊണ്ട് ഞാൻ മാപ്പ് പറയിപ്പിച്ചിരിക്കും. നിന്നെ ഞാൻ അഭിയേട്ടൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തും. നീ തീരുമാനിക്കുക, മാപ്പ് പറയണോ വേണ്ടയോന്ന്. അമലെ പ്ലീസ് വിട് എന്നൊക്കെ പറഞ്ഞു. എന്നെ തോൽപ്പിക്കാന്ന് നീ കരുതണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അമൽ അവളുടെ കൈ വിടാൻ തയ്യാറാവുന്നില്ല. എൻ്റെ മുന്നിൽ വെച്ച് എന്നോട് പറഞ്ഞത് നീ ഏട്ടനോടും പറയണം. ഞാൻ എന്തായാലും ആരും അറിയാതെ പോയിട്ട് കാര്യമില്ലല്ലോ. നീ ഇങ്ങോട്ട് വാടി ഇങ്ങോട്ട് എന്നും പറഞ്ഞുകൊണ്ട് അവളെ വലിച്ചുകൊണ്ട് ഏട്ടൻ്റെ വാതിലിന് മുന്നിൽ പോയിട്ട്, ഏട്ടാ വാതിൽ തുറക്കേട്ടാ. അങ്ങനെ അഭിയും ജാനകിയും പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇവിടെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ അപർണ. നീ എന്തിനായി അപർണയെ അമല് പിടിച്ചു വെച്ചിരിക്കുക? നീ എന്തിനാണ് ഇവളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? പറയടി, ഏട്ടനോടും ഏട്ടത്തിയോടും മാപ്പ് പറയടി. നീ പറഞ്ഞതൊക്കെ തെറ്റായിപ്പോയി എന്ന് പറയടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഞാൻ വന്ന് നിങ്ങളുടെ കാല് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അമൽ ഈ വീട് വിട്ടു പോകുന്നതാണ് എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതിനുള്ള തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോഴേക്കും അപർണയോട് ജാനകി ചോദിച്ചു, നീ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. നിനക്ക് ജയിച്ച് നിൽക്കണം. അപ്പോഴേക്കും നമ്മുടെ അഭി പറഞ്ഞു, നീ ഒരിക്കലും മാപ്പ് പറയാൻ പാടില്ല. ജാനകിയുടെ മുഖത്ത് നോക്കി നിന്റെ തന്ത ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് അവകാശമുണ്ട്. ഇത് കേട്ട് ശരിക്കും അപർണ ഞെട്ടിയിട്ടോ. അപർണ മാത്രമല്ല, അമലും ജാനകിയും. നീ ആ ചോദ്യം ചോദിക്കണം. നിനക്ക് ഉത്തരം കിട്ടുന്നത് വരെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അമല് ചോദിച്ചു, എന്താ അഭിയേട്ടാ ഈ പറയുന്നത്? എടാ, ഇവളെൻ്റെ അനിയത്തിയല്ലേടാ. ദേ അഭിയേട്ടാ, ഞാൻ ക്ഷമിക്കില്ലാട്ടോ. ഇത് ഇവള് മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ. അതിന് ഞങ്ങൾ ക്ഷമിച്ചല്ലോ, പിന്നെന്താ നിന്റെ പ്രശ്നം? ദേ, സത്യത്തിൽ നിന്നോടല്ലേ ഞാൻ ദേഷ്യപ്പെട്ടത്. എൻ്റെ അറിവില്ലായ്മ കൊണ്ടാ അപർണെ. ഞാൻ അങ്ങനെ പൊട്ടിത്തെറിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ആ തെറ്റ് ചെയ്തത്. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. സോറി അപർണെ, സോറി. അപർണ പോയി കിടന്നുറങ്ങ്. ഇവൻ ഒരിടത്തും പോവുമൊന്നുമില്ല കേട്ടോ. അപർണയും അമലൊക്കെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക. അപർണ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അമല് ചോദിച്ചു, എന്താ ഏട്ടാ ഇത്? അപ്പോഴേക്കും ജാനകിയും ചോദിച്ചു, അഭിയേട്ടൻ എന്താ പറ്റിയേ? പെട്ടെന്ന് അഭിയേട്ടൻ എന്താ ഇങ്ങനെ ഒരു മാറ്റം? അതെ, ഈ വീട്ടിൽ നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാവരുത്. അച്ഛന് മനസമാധാനം വേണം. നമ്മൾ കൂടി കലഹം തുടങ്ങിയാലോ? കുറച്ച് മുമ്പ് അഭിയേട്ടൻ ഈ വിചാരമില്ലാതെ പോയോ? ആ വൈകി വന്ന വിവേകമാണെന്ന് നീ അങ്ങ് കൂട്ടിയാൽ മതി. അപ്പോൾ അവളുടെ മുന്നിൽ ഞാനിപ്പോൾ ആരായി അഭിയേട്ടാ എന്ന് അമല് ചോദിച്ചു. നീ കൂടി ഇങ്ങനെയായി ഞാൻ എന്ത് ചെയ്യും? വീട് വിട്ടു പോകുമെന്നൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നിയടാ? അച്ഛൻ നീ കരുതുന്ന പോലെ പൂർണ്ണ ആരോഗ്യവാനല്ല. അച്ഛന് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ട്. നീ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും? എടാ, നമ്മുടെ അച്ഛനേക്കാൾ വലുതാണോടാ ഈ മാപ്പ് പറച്ചിലും ക്ഷമ ചോദിക്കലുമൊക്കെ. അവളോട് നീ വാക്ക് തർക്കത്തിനൊന്നും പോകരുത്. അഭിയേട്ടനാ പറയുന്നത്, കേട്ടല്ലോ. നീ ഒന്നിനും പോയേക്കരുത്. ആ ശരി അഭിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് അമല് അവിടെ നിന്ന് പോവാണ്. അച്ഛൻ നെഞ്ചിലെടുത്ത് വെച്ചിരുന്ന അടുത്ത ഭാരം, ഉഫ് എൻ്റെ ഭഗവാനെ, അതെനിക്കിനി ഈ ജന്മം ഇറക്കി വെക്കാനാവില്ലല്ലോ. ജാനകിയോട് പറയാനുള്ള കരുത്തുമില്ല. എന്തിനാ അച്ഛ എന്നോട് ഈ സത്യം പറഞ്ഞത് എന്നാണ് നമ്മുടെ അഭി മനസ്സിലിങ്ങനെ ഓർക്കുന്നത്. പിന്നെ കാണിക്കുന്നത് വിശ്വനാഥൻ തമ്പിയാണ്. എന്തൊക്കെയോ കൂട്ടി ആലോചിച്ചും കുറച്ചൊക്കെ നിൽക്കുകയാണ്. അപ്പോഴേക്കും കെട്ടിയോള് വന്നു. ഇന്ന് നേരത്തെ എത്തിയോ? വന്നിട്ടെന്താ എന്നെ വിളിക്കാതിരുന്നത്? എന്തെങ്കിലും പറ്റിയോ? ഓ, ഒന്നും പറ്റാതിരിക്കാനാ ഞാൻ നേരത്തെ വന്നത്. ഇരുട്ടടി കിട്ടിയാലേ ആരും കൂടെ കാണത്തില്ല. ആ അല്ല, നിങ്ങൾ പോലീസിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഉള്ള ആളല്ലേ? അതെ, ഒടിയൻ്റെ വിദ്യ നിനക്ക് അറിയാവോടി? അതുപോലെ ആ സൂര്യയുടെയും ശിങ്കിടികളുടെയും ഇരുട്ടടി പ്രയോഗം. എടി അഭിയും സൂര്യയുടെ കൂടെ ഉണ്ട്. എനിക്കത് പുറത്ത് പറയാൻ പറ്റുമോ? വീട്ടുകാർ വിശ്വസിക്കുന്നില്ല, നാട്ടുകാർ വിശ്വസിക്കുമോ? അപ്പോഴേക്കും വിശ്വനാഥൻ്റെ കെട്ടിയോള് പറഞ്ഞു, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. എന്തേലും പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ഉടക്കും. ആ സത്യം എന്താണെന്ന് നിനക്കൊരിക്കൽ മനസ്സിലാകും. അതുവരെ അവൻ ജയിച്ചിങ്ങനെ കിടക്കട്ടെ. അപ്പോൾ കോള് വരികയാണ് നമ്മുടെ വിശ്വനാഥൻ തമ്പിക്ക്. ആ കോള് കണ്ടതും വിശ്വനാഥനൊന്ന് കുറുകയാണ്, കണ്ണൊക്കെ ഒന്ന് കുറുകി. കെട്ടിയോള് അവിടെ നിൽക്കുന്ന പേടിയില്ല. അല്ല എന്താടി മോളെ, CCTV ഓഫാക്കി സൂര്യനാരായണൻ പുറത്ത് ചാടിയോ?
എൻ്റെ പൊന്നച്ഛ, ദൈവത്തെ ഓർത്ത് അത് നിർത്ത്. അച്ഛൻ്റെ ഈ പൊട്ടത്തരം ആരോടും പറയല്ലെന്നൊരു അപേക്ഷ മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ നിന്ന് അച്ഛൻ പോയ ശേഷം അഭിയുടെ വകയൊരു പ്രകടനം ഉണ്ടായിരുന്നു. ജാനകിയെ നമ്മൾ അപമാനിച്ചു എന്നതിൻ്റെ പേരിൽ അഭി ഉറഞ്ഞു തുള്ളി. നീ അത് കേട്ടു നിന്നോ? പിന്നെ ഞാൻ അങ്ങനെ ചെയ്യുമോ? രണ്ടിനെയും ഞാൻ പൊളിച്ചടുക്കി അച്ഛാ എന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഹേട്ടനോട് മാപ്പ് പറയണമെന്നും പറഞ്ഞ് അമൽ അല്പം മുമ്പ് എന്നെ പിടിച്ചു വലിച്ച് അഭിയുടെ റൂമിൽ കൊണ്ട് നിർത്തി. ഞാൻ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ അമൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നും പറഞ്ഞു ഭീഷണിയും മുഴക്കി. എന്നിട്ട് നീ മാപ്പ് പറഞ്ഞോ? ഞാനോ മാപ്പ് പറയാനോ? എന്നെ എൻ്റെ പാട്ടി പറയും. പക്ഷെ അഭി പറഞ്ഞു അയാളുടെ അറിവില്ലായ്മ കൊണ്ട് അയാൾ പൊട്ടിത്തെറിച്ചു എന്ന്. എന്നിട്ട് എന്നോട് മാപ്പ് പറയുക? അതായത് അഭി തന്നെ എന്നോട് മാപ്പ് പറയേണ്ടതെന്ന് അഭി തന്നെ പറഞ്ഞു. എന്താ അച്ഛാ, അതുവരെ ചീറ്റപ്പുലിയെ പോലെ നിന്നൊരാൾ പെട്ടെന്ന് താഴേക്ക് വരാൻ കാരണം? അച്ഛനൊന്ന് പറഞ്ഞേ. അതെ, നിന്നോട് കഴിക്കാൻ നിന്ന അവൻ്റെ ഭാര്യയുടെ കാര്യം പരിങ്ങലിലാവുന്ന അവനറിയാം. അപ്പോഴേക്ക് അപർണ പറഞ്ഞു, വീട് അവളുടെ പേരിൽ എഴുതി വെച്ചതും അവരുടെ പേരിൽ എഴുതി വെച്ചതൊക്കെ അവർക്കറിയാലോ. അതൊന്നും അല്ല അച്ഛാ. അവളുടെ ആ ഒരു നോട്ടത്തിലും പെരുമാറ്റത്തിലൊക്കെ ഒരു ഞെട്ടലാണ് ഞാൻ കണ്ടത്. എന്തോ കണ്ട് ഭയന്നതുപോലെ. നീ അതൊന്നും ഗൗനിക്കേണ്ട. ജാനകിയെ പുകച്ച് പുറത്ത് ചാടിക്കണം. അതിനാ നീ ചെയ്യേണ്ടത്, കേട്ടല്ലോ. എന്തായാലും സൂര്യനാരായണന് അഭിനയം മതിയാക്കി എഴുന്നേക്കേണ്ടി വരും. ശരി അച്ഛാ. അച്ഛൻ വീണ്ടും ആ പഴയ പല്ലവി തന്നെയാണെന്ന് കണ്ട് അപർണ കോള് കട്ട് ചെയ്യാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അപർണ വിചാരിക്കുന്നത് അഭി തോറ്റു തന്നതാണ് എന്ന രീതിയിലാണ്. ഈ ജാനകിയെ വേട്ടയാടുക തന്നെ ചെയ്യും താൻ എന്ന് അപർണ മനസ്സിൽ ഉറപ്പിച്ചു. എന്തായാലും അഭിക്ക് ഉറക്കമില്ല കേട്ടോ. കടന്നിട്ടൊന്നും ഉറക്കം വരുന്നില്ല. എഴുന്നേറ്റ് തലയെ പുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ജാനകി ഇടയ്ക്ക് ഉണർന്നപ്പോൾ കണ്ടു അഭി ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുന്നത്. അഭിയേട്ടൻ എന്താ ഇവിടെ വന്നിങ്ങനെ ഇരിക്കുന്നത്? അഭിയേട്ടൻ എന്താ സംഭവിച്ചത്? ഇതെന്താ ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. മനസ്സിലടക്കി വെക്കാതെ അഭിയേട്ടൻ പറ. അച്ഛനെ പോയി നോക്കിയിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നതാ. നീ എന്തിനാ പേടിക്കുന്നത്? അഭിയേട്ട വേണ്ട, കള്ളം പറയണ്ട. മനസ്സിലുള്ളത് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ. അതിന് നമ്മളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ? നിനക്ക് ജന്മം തന്ന അമ്മയെക്കുറിച്ചല്ലേ നമ്മൾ അവസാനമായിട്ട് സംസാരിച്ചത്? ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടു പോകുന്നില്ല. അമ്മയൊന്ന് കാണാൻ നീ ആഗ്രഹിക്കുന്നില്ലേ? ഇതായിരുന്നോ മനസ്സിൽ? എൻ്റെ അഭിയേട്ട അതൊരു സ്വപ്നം മാത്രമല്ലേ? വർഷങ്ങൾ എത്രയോ കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പിന്നാലെ നമ്മൾ പോയിട്ട് എന്താ കാര്യം? പോയാൽ തന്നെ അതത്ര സുഖമുള്ള കാര്യമായിരിക്കില്ല. അമ്മ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ആർക്കറിയാം? ചിലപ്പോൾ മറ്റൊരാളുടെ ഭാര്യയായി ഇതുപോലൊരു വീട്ടിൽ ജീവിക്കുന്നുണ്ടാകും. അവരുടെ സ്വസ്ഥത കെടുത്തണോ നമ്മൾ? അത് പല ജീവിതങ്ങളെയും തകർത്ത് കളയില്ലേ? വേണ്ട ബേട്ടാ, ഒന്നിൻ്റെയും പിന്നാലെ പോണ്ട. പ്രതീക്ഷിക്കാത്തൊരു അതിഥിയായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലാൻ പാടില്ല. അത് ശരിയല്ല. അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ, അതല്ലേ അഭിയേട്ട ശരി? അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിയാണെന്ന് അഭിക്കും തോന്നി. എനിക്ക് കിട്ടിയ ജന്മം പുണ്യമെന്നല്ലേ ഞാൻ കരുതേണ്ടത്? ഉപേക്ഷിച്ച് കളഞ്ഞു എന്നൊരിക്കലും പരിഭവം പറയില്ല ഞാൻ. എനിക്ക് കിട്ടിയ ജീവിതം ഒരു ഭാഗ്യമെന്ന് വേണം തന്നെ പറയാൻ. അപർണയുടെ കാര്യം അഭിയേട്ടനൊന്ന് ഓർത്തു നോക്കിക്കേ. എല്ലാം ഉണ്ടായിട്ടും ആരോടൊക്കെയോ മത്സരിച്ച് അവൾ അവളുടെ ജീവിതം നശിപ്പിക്കുകയല്ലേ. എന്നെ പരിഹസിച്ച തമ്പി മകളെക്കുറിച്ച് ഓർക്കുന്നില്ല. അയാൾ പറഞ്ഞതൊക്കെ മറക്ക്. എനിക്കില്ലാത്ത സങ്കടം എന്തിനാ അഭിയേട്ടൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? എൻ്റെ അച്ഛനും അമ്മയും ദൈവമൊക്കെ നമ്മുടെ അച്ഛനാ. പിന്നെ അഭിയേട്ടനും മോളും അല്ലാതെ മറ്റാരും എനിക്ക് വേണ്ട. അപ്പോഴേക്കും നമ്മുടെ അഭി മനസ്സിലോർക്കുക, നീ മനസ്സിലാകാത്ത ഒരുപാട് സത്യങ്ങളുണ്ട് നിൻ്റെ മുന്നിൽ. നിൻ്റെ അമ്മയെ ഞാൻ കൊണ്ട് നിർത്തിത്തരും എന്നിങ്ങനെ പറയുകയാണ് മനസ്സിൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സി ഓക്കെ, താങ്ക് യു.